അടുത്തത് ടൊവിനോയുടെ ചാത്തൻ, പിന്നീട് ദുൽഖറിന്റെ ഒടിയൻ. ഇങ്ങനെയായിരിക്കും ലോക യൂണിവേഴ്സിൽ നിന്നും ഇനി പുറത്തു വരുന്ന സൂപ്പർ ഹീറോസ്. ലോക യൂണിവേഴ്സിന്റെ സംവിധായകനായ ഡൊമിനിക് അരുണാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ടൊവിനോയെ നായകനാക്കിയുള്ള ചാത്തന്റെ കഥയാണ് ഇനി അടുത്തതായി ലോക യൂണിവേഴ്സിൽ നിന്നും പുറത്തിറങ്ങാനുള്ളതെന്നും അതിനുശേഷം ദുൽഖറിന്റെ ചിത്രം വരുമെന്നും ഡൊമിനിക് അരുൺ പറഞ്ഞു. ടൊവിനോയുടെ ചാത്തൻ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ടൊവിനോ ഷോ ആയിരിക്കും. ദുൽഖറിനെ നായകനാക്കിയുള്ള മൂന്നാം ഭാഗം അതിനുശേഷം വരും. നിലവിൽ അടുത്ത ഭാഗങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും തലപുകഞ്ഞ് ആലോചിക്കുന്നില്ല. എന്നാൽ എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്നാണ് ആഗ്രഹമെന്നും ഡൊമിനിക് വ്യക്തമാക്കി. കുറച്ചാഴ്ചകൾക്ക് ശേഷം അടുത്ത ഭാഗത്തിന്റെ സ്ക്രിപ്റ്റിലേക്ക് കടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക യൂണിവേഴ്സിലെ അടുത്ത ഭാഗങ്ങളിൽ എന്താണ് നടക്കുന്നതിനെ കുറിച്ച് തങ്ങൾക്ക് ധാരണയുണ്ടെന്നും എന്നാൽ തിരക്കഥയുടെ വർക്കുകൾ പൂർത്തിയാക്കാനുണ്ടെന്നും ഡൊമിനിക് അരുൺ നേരത്തെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പുറത്തിറങ്ങിയ ലോക മികച്ച അഭിപ്രായങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ മുന്നേറുകയാണ്. ആഗോള ബോക്സ് ഓഫീസിൽ ചിത്രം 250 കോടി പിന്നിട്ടുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പുറത്തിറങ്ങി 19ാമത്തെ ദിവസമാണ് ചിത്രം 250 കോടി ക്ലബിലേക്ക് എത്തുന്നത്. ഈ നേട്ടത്തിലേക്ക് എത്തുന്ന രണ്ടാമത്തെ മലയാള സിനിമ കൂടിയാണിത്. മോഹൻലാൽ ചിത്രമായ എമ്പുരാനാണ് ഒന്നാം സ്ഥാനത്തുള്ള സിനിമ. 265 കോടിയാണ് എമ്പുരാന്റെ നേട്ടം. ദുൽഖർ സൽമാന്റെ വേഫയർ ഫിലിംസ് നിർമ്മിച്ച 7ാമത്തെ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. മലയാളത്തിലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായി മാറിയ ചിത്രം ഇപ്പോഴും റെക്കോർഡ് കളക്ഷൻ നേടിയാണ് മുന്നേറുന്നത്. 5 ഭാഗങ്ങളുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണിത്. കാഴ്ചക്കാരുടെ മുന്നിലേക്ക് ഒരു അത്ഭുത ലോകം തുറന്നിടുന്ന ചിത്രം കേരളത്തിലെ പ്രശസ്ത ഐതിഹ്യമായ കള്ളിയങ്കാട്ട് നീലിയുടെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഒരുക്കിയിരിക്കുന്നത്.